നമ്മളൊരു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കൊല്ലം കൊണ്ട് നമ്മൾ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടാൻ പറ്റും നമുക്ക് ഈ ഒരു കാൽക്കുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ അതിന് എത്ര രൂപയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, നമ്മുടെ റൂഫ് ടോപ്പിൽ എത്ര സ്ഥലം വേണം, അതേപോലെ നമ്മൾ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെല്ലാം സ്റ്റെപ്സുകളാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്നുള്ളത്, ഇപ്പോൾ എത്ര രൂപയാണ് നിലവിൽ സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ഏത് രീതിയിലാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് എന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതെല്ലാം വെൻഡേഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സോളാറിൻ്റെ ഒരുപാട് വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ റീസെൻ്റായി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ജനുവരി 2024, അതായത് നമ്മുടെ സബ്സിഡി തുകയെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റ് വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് solarrooftop.gov.in. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വലതുവശത്തെ കാൽക്കുലേറ്റർ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കിലോ വാട്ടിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരും. നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കേരള സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസ് ആണ്, അപ്പോൾ റെസിഡൻഷ്യൽ എന്നുള്ള കൊടുക്കുക. അതേപോലെ നമുക്ക് മന്ത്ലി ബില്ല് എത്ര രൂപയാണ് വരുന്നത് നോക്കുക. 2 മാസത്തെ ബില്ലല്ല, മന്ത്ലി ബില്ലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 2 മാസം കൂടുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ ബില്ല് വരുന്നത്. ഒരു 4000 രൂപ ബില്ല് വരുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു 2 കിലോ വാട്ടിൻ്റെ വെച്ചാൽ മതി. ഇപ്പോൾ ഈ 2 കിലോ വാട്ട് വെക്കണമെങ്കിൽ നമുക്കതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് താഴേക്കും സ്ക്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും 5.47 ഇയേഴ്സ്, അതായത് അതിൻ്റെ പേ ബാക്ക് പീരീഡാണ്. അതേപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, എല്ലാ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, പേ ബാക്ക് 25 വർഷം എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം. നമ്മളൊരു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാക്സിമം ലൈഫ് ടൈം എന്ന് പറയുന്നത് 25 വർഷത്തേക്കാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അതേപോലെ അതിൻ്റെ കൺസ്യൂമർ ഷെയർ, സബ്സിഡി എത്ര രൂപയാണ്, അതിൻ്റെ നമുക്ക് സേവിങ്സ്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊരു 2 കിലോ വാട്ടിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 കിലോ വാട്ട് അല്ല, നമുക്ക് അതിൽ കൂടുതൽ വേണം, നമുക്കൊരു 3 കിലോ വാട്ടോ അല്ലെങ്കിൽ 5 കിലോ വാട്ടൊക്കെയാണ് വെക്കണമെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും നമ്മുടെ സ്റ്റേറ്റ്, റെസിഡൻഷ്യൽ പർപ്പസ്, നമ്മുടെ മന്ത്ലി ബില്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു 3 കിലോ വാട്ട് ആവും. അപ്പോൾ മന്ത്ലി ബില്ല് നിങ്ങൾക്കൊരു 3000 കൊടുത്തപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര കിലോ വാട്ട് വേണമെന്നുള്ളതും. അതിൻ്റെ ഒരു ജനറൽ ഐഡിയ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് ആദ്യം നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലേക്ക് എത്ര കിലോ വാട്ടിൻ്റെയാണ് വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മിക്കവാറും കിട്ടാറില്ല. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഒരു 3 കിലോ വാട്ട് പർപ്പസ് ആണെങ്കിലും നമ്മളൊരു 4 കിലോ വാട്ടോ അല്ലെങ്കിൽ ഒരു 5 കിലോ വാട്ടോ വെക്കുന്നതായിരിക്കും നമ്മൾ നല്ലത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു solarrooftop.gov.in എന്നുള്ള വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യാം. പിന്നെ നമ്മൾ സോളാർ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് വരിക. പിന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ടെക്നിക്കൽ ഫീസിബിലിറ്റി ടെസ്റ്റാണ്. അതായത് നമ്മുടെ KSEB ആണ് നമ്മുടെ കേരളത്തിൽ നടത്തുക. നമ്മുടെ വീട്ടിലത് ഫീസിബിലിറ്റി നടത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു വെണ്ടറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ വെണ്ടർ ഇത് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും നമ്മൾ KSEBയിൽ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുമ്പോൾ KSEBയിൽ നിന്ന് ആളുകൾ വന്നിട്ട് നമുക്കൊന്ന് ഇൻസ്പെക്ഷൻ നടത്തി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കവർ നെറ്റ് മീറ്ററിങ്, അതിന് അഡീഷണൽ മീറ്ററാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്ന എനർജി മീറ്റർ അല്ല, നെറ്റ് മീറ്റർ കൊണ്ട് പുതിയൊരു മീറ്റർ കൊടുന്ന് വെക്കും. അപ്പോൾ ഈ മീറ്ററും കാര്യങ്ങളും വെച്ചതിന് ശേഷം നമുക്ക് സബ്സിഡിക്കായിട്ടുള്ള അപേക്ഷ നൽകാവുന്നതാണ്. സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ്, CFA പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സബ്സിഡി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തിനുള്ളിൽ എല്ലാ ഡോക്യുമെൻറ്റുകളും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ സബ്സിഡി എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്,
നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് എല്ലാം വെണ്ടർ ചെയ്തു തരുമെന്ന് വിചാരിച്ച് വെണ്ടർക്ക് ഫുൾ കാര്യങ്ങൾ കൊടുക്കരുത്. വെണ്ടർ അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ സ്വന്തം പേരിലായിരിക്കണം ഇലക്ട്രിസിറ്റി കണക്ഷൻ, സ്വന്തം പേരിലെ ബാങ്ക് അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്യണം. പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വൈഫിൻ്റെ പേരിലൊന്നും കൊടുക്കാൻ പാടില്ല. ആരുടെ പേരിലാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ളത് അവരുടെ പേരിൽ തന്നെ വേണം നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റും ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ സബ്സിഡി സ്ട്രക്ചർ ഒന്ന് നോക്കാം. സബ്സിഡി സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതായത് 3 കിലോ വാട്ടിന് ഓരോ കിലോ വാട്ടിനും 18,000 രൂപയാണ് നമുക്ക് നിലവിൽ സബ്സിഡികൾ. അതായത് 2024 ജനുവരിയിലെ പുതിയ അപ്ഡേഷനാണ് ഈ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പേ നമുക്ക് ഈ ഒരു റേറ്റ് ആയിരുന്നില്ല കേട്ടോ. അതായത് 14,588 രൂപയായിരുന്നു പെർ കിലോ വാട്ടിന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് 3 കിലോ വാട്ട് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 18,000 വെച്ചിട്ട് 30,000 124, അതായത് 54,000 രൂപ നമുക്ക് സബ്സിഡി ഇനത്തിൽ കിട്ടുന്നതാണ്. അതിപ്പോൾ യൂണിയൻ ടെറിട്ടറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർ കിലോ വാട്ടിന് 20 ആയിരിക്കും. അപ്പോൾ നമുക്ക് 60,000 രൂപയാണ് കിട്ടുക. 3 കിലോ വാട്ടിൻ്റെ മുകളിൽ നിങ്ങളിപ്പോൾ ഒരു 4 കിലോ വാട്ടാണ് വയ്ക്കണമെങ്കിൽ ആദ്യം 3 കിലോ വാട്ടിന് 18,000 വെച്ചിട്ടും അഡീഷണൽ വരുന്ന ഓരോ കിലോ വാട്ടിന് നമുക്ക് 9,000 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ 10 കിലോ വാട്ടിന് മുകളിൽ ആണ് നമ്മുടെ ഇത് ഉപയോഗം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കിലോ വാട്ടിന് 9,000 രൂപയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് വെൻഡേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, അതായത് ഈ ഒരു സോളാർ റൂഫ് ടോപ്പായിട്ട് നമുക്ക് ഏത് വെൻഡേഴ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നമുക്ക് ചുറ്റുവട്ടത്തുള്ള വെൻഡേഴ്സിനെ എങ്ങനെയാണ് കാണാൻ നോക്കാം. അതിനിവിടെ നിങ്ങൾ കേരള ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയാണുള്ളത്. ഒന്ന് KSEBയും ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷനും. അപ്പോൾ നമ്മൾ KSEBയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫുൾ വെൻഡേഴ്സ് 611 വെൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അവരുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിൽ നമ്മുടെ ഓൾ കേരള വെൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ മൂപ്പൻസ് എനർജി എല്ലാം എറണാകുളത്തുള്ളതാണ്. കൊണ്ടാസ് കോയമ്പത്തൂരല്ല, കൊണ്ടാസ് പാലക്കാടൊക്കെയുള്ളതാണ് തോന്നുന്നു. എനിക്ക് എൻ്റെ ഫുൾ എല്ലാ വെൻഡേഴ്സിൻ്റെയും അഡ്രസ്സ് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് അടുത്തത് നമുക്കിത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ സോളാർ റൂഫ് ടോപ്പ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വൺസ് രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കേരള കൊടുക്കുക. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് KSEB തൃശ്ശൂർ ഏരിയയിലുള്ളവർ തൃശ്ശൂർ കോർപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് കൊടുക്കാം, അതല്ലെങ്കിൽ KSEB കൊടുക്കാം. നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മൊബൈൽ നമ്പർ എല്ലാം കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആരുടെ പേരിലാണോ നമ്മുടെ വീട് ഇലക്ട്രിസിറ്റി കണക്ഷനെല്ലാം ഉള്ളത് അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. മൊബൈൽ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, മസ്റ്റാണ്. അതൊക്കെ ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇവിടെ ഇടതുവശത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ കൊടുക്കുക, KSEB എന്നുള്ളൊരു ഫീസിബിലിറ്റി ടെസ്റ്റ്, ഇൻസ്റ്റലേഷൻ സബ്മിറ്റ് ചെയ്യുക, അവർ ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമുക്കിത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ എന്താണോ പേരുള്ളത് അതേപോലെ പേര് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, നമ്മുടെ ജില്ല ഏതാണെന്ന് കൊടുക്കുക, നമ്മുടെ പിൻകോഡ് ഏതാണെന്നുള്ളത് കൊടുക്കുക. അതേപോലെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സാങ്ഷൻഡ് ലോഡ്, അതായത് നമ്മുടെ ഇപ്പോൾ എത്ര കിലോ വാട്ടാണ്, 2 കിലോ വാട്ടോ 4 കിലോ വാട്ടോ എത്ര കിലോ വാട്ടാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് എനർജി കൺസപ്ഷൻ്റെ അത് തന്നിരിക്കുന്നതെന്നുള്ളത് വീണ്ടും നോക്കിയാൽ അറിയാം. നമ്മുടെ ബില്ല് നോക്കിയാൽ അറിയാം. അതവിടെ ടൈപ്പ് ചെയ്യാം. ഇനി നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസാണ് ഇവിടെ ഉള്ളത്. ഈ സബ്സിഡി എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പർപ്പസിന് മാത്രമേ ഉള്ളൂ, കൊമേഴ്സ്യൽ ആയിട്ടുള്ളതിന് സബ്സിഡി ഇല്ല. ഇനി നമുക്ക് എത്ര കിലോ വാട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, 5 കിലോ വാട്ടാണോ 6 കിലോ വാട്ടാണോ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതേപോലെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഞങ്ങളിപ്പോൾ ഒരു ഓഫ്ലൈനോ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ എമൗണ്ട് എഴുതുക, അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. ഇത് നമുക്ക് മാപ്പ് കാണിക്കുന്ന നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷനാണ്. നമ്മുടെ വീട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനാണ് ഈ കാണിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കൊടുക്കും. അതായത് നമുക്ക് വെൻഡേഴ്സിനൊക്കെ ഈസി ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. നമുക്കൊന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇനി നമുക്കതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡോക്യുമെൻറ്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനാണ്. അതായത് നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് 6 മന്തിലത്തെ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നമ്മുടെ JPG ഫോമിൽ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ സബ്മിഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സബ്മിറ്റ്. എന്നിട്ട് നമ്മളൊരു ഫീസിബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തും. KSEB ആൾ വന്ന് നടത്തും. അപ്പോൾ നമ്മൾ വെൻഡേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും നമുക്ക് KSEB എന്നുള്ള ഇൻറ്റിമേഷനും കാര്യങ്ങളെല്ലാം വരും. അതിൻ്റെ എല്ലാം ഫീസിബിലിറ്റി ടെസ്റ്റിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും. എല്ലാം നമുക്ക് അപ്ഡേറ്റഡ് ആണ്. ഇനി നമുക്ക് ബാങ്ക് ലോൺ വേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് 2 കൊല്ലത്തെ ടെണറാണ് ബാങ്ക് തരുന്നത്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് എത്ര കാലം ഈ ഒരു സബ്സിഡി കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് സബ്സിഡി തുകയും കൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ലോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ഏറ്റവും ഇടതുവശത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും എംപാനൽഡ് വെൻഡേഴ്സ് ഇൻ മൈ ഏരിയ. അതായത് നമ്മുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഏതെല്ലാം വെൻഡേഴ്സാണ് ഉള്ളതെന്ന് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റും. അത് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. നമ്മുടെ ഫ്രണ്ട് പേജിൽ അത് കിട്ടുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അവരുടെ മൊബൈൽ നമ്പർ ഉണ്ട്, അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, കമ്പനിയുടെ പേരുണ്ട്, അതേപോലെ തന്നെ അവർ എത്ര ഇൻസ്റ്റലേഷൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ടെന്ന ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടും കൂടിയുണ്ട്. ഇവിടെ കോൺടാക്ട് മീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ റേറ്റും എത്ര രൂപയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ണിൻ്റെ സിമ്പിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർ എത്ര രൂപയ്ക്കാണ് 2 കിലോ വാട്ട് എത്ര രൂപയ്ക്കാണ്, 3 കിലോ വാട്ട് ഇപ്പോൾ 65,000 സബ്സിഡി കഴിഞ്ഞുള്ള തുകയായിരിക്കും ഇത് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സോളാറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.